നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടുകാലം മുതൽക്ക് തന്നെ ദുർമന്ത്രവാദത്തിലും കൂടോത്രത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ നമുക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. സ്വന്തം നേട്ടങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാതാക്കാനും കഷ്ടപ്പാടിലാഴ്ത്താനുമെല്ലാമായിട്ട് കൂടോത്ര വിദ്യകളും ദുർമന്ത്രവാദവും പ്രയോഗിക്കുന്നവര് ഇന്നും നമുക്കിടയിലുണ്ട്. ശരിയായ വിധത്തില് മന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആരെയോ അവരിൽ കഷ്ടതകളും ദുരിതങ്ങളും പ്രകടമായി തുടങ്ങും. ഇത്തരത്തില് നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് ജ്യോതിശാസ്ത്ര പ്രകാരം പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുർമന്ത്രവാദം ഏറ്റിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്ന ചില സൂചനകൾ, ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ട പരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് നിങ്ങളെ വീണ്ടും കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യത്തെ ലക്ഷണം, പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരെയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൂടോത്രമോ ദുർമന്ത്രവാദമോ ഏറ്റിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെടുന്നത്, ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, എത്ര ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തത്, നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ വളരെ പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത്, ഇവയെല്ലാം തന്നെ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നപരിഹാരം നോക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയും നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. വളരെ ആരോഗ്യത്തോടെ ഇരുന്ന വ്യക്തി ഒരു ലക്ഷണവും കാണിക്കാതെ വളരെ പെട്ടെന്ന് രോഗബാധിതനാകുന്നത് കൂടോത്രത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. കൂടാതെ തുടർച്ചയായിട്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നതും ആശുപത്രിയിൽ മാത്രമായിട്ട് നല്ലൊരു തുക ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നതും ഇതിന്റെ ലക്ഷണമാണ്. ഇത്തരത്തില് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരവും ഉടനടി കാണേണ്ടതാണ്. ചില ഘട്ടങ്ങളിൽ രോഗത്തിന് എത്ര തന്നെ മരുന്ന് കഴിച്ചാലും എത്രയൊക്കെ ചികിത്സ എടുത്തു കഴിഞ്ഞാലും ആ രോഗാവസ്ഥയിൽ നിന്ന് ഒരു മോചനം ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്തില്ല എങ്കിൽ ധനനഷ്ടത്തിലേക്കും ചിലപ്പോൾ വ്യക്തികളുടെ ജീവന് വരെ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കും നീങ്ങിയേക്കാം. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ദുസ്വപ്നങ്ങൾ കാണുന്നതാണ്. ഉറങ്ങാൻ കിടന്നാൽ ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ചിലപ്പോൾ ചില രൂപങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാം. നിങ്ങളെ അപായപ്പെടുത്തുന്നതായിട്ട് സ്വപ്നം കാണാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളെ ആരോ പേടിപ്പിക്കാൻ പിന്തുടരുന്നതായിട്ടും സ്വപ്നം കാണാം. ഇത്തരത്തിൽ പതിവായിട്ട് നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉടനെ തന്നെ പരിഹാരവും കാണേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ സ്വപ്നത്തിലല്ലാതെ തന്നെ നിങ്ങളെ ആരോ പിന്തുടരുന്നത് പോലെ തോന്നുക, നടക്കുന്ന സമയത്തൊക്കെ പുറകില് ആരോ ഉള്ളതുപോലെ ആരുടെയോ സാമീപ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുക, പലപ്പോഴും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുക, ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൂടോത്രമേറ്റതിന്റെ മറ്റൊരു ലക്ഷണമാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരം അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനും പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ പതിവില്ലാതെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്, പ്രത്യേകിച്ച് വീടിന്റെ മൂലയിൽ നിന്നെല്ലാം നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്. എന്നാൽ നിങ്ങൾ അത് പറയുന്ന സമയത്ത് മറ്റുള്ളവർക്കൊന്നും ആ തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഏതൊക്കെയോ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വീടിനുള്ളിലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും അത് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കേറ്റ കൂടോത്രത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വീട്ടിലുള്ള ഒരാളുടെ മേലാണ് ഈ ഒരു കൂടോത്രം ഏറ്റിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അത് ഉടൻ തന്നെ നമ്മൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവാം. അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവരിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. ആ കുടുംബം മുഴുവൻ തകരാനുള്ള ഒരു കാരണമായിട്ട് ഈ ഒരു കൂടോത്രം മാറും.
അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്വഭാവത്തിലെ വ്യത്യാസമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു വ്യക്തിയുടെ സ്വഭാവത്തില് നല്ല വ്യത്യാസം പ്രകടമായാൽ അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിചിത്രമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതും സംസാരിക്കുന്നതും ആ വ്യക്തിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത്തരത്തില് സ്വഭാവ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അത് കൂടോത്രം മൂലമാണോ അല്ലെങ്കിൽ കൂടോത്രം ഏറ്റത് കൊണ്ടാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു ലക്ഷണം മറ്റുള്ളവർക്കാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, വീട്ടില് ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരുന്നു, ഏതോ ബാധ കൂടിയതാണ് എന്നൊക്കെ. ഇതൊക്കെയും കൂടോത്രത്തിന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരാം. പ്രത്യേകിച്ച് പൈസ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ. ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഒട്ടും തന്നെ ലാഭം ലഭിക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെയും തന്നെ ഈ കൂടോത്രത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പലരും കൂടോത്രം ചെയ്യാറുണ്ട്. ഈ കൂടോത്രം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ലഭിക്കാനായിട്ട് പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൂടോത്രത്തിന്റെ ശക്തി അത് പരിഹാരം ചെയ്യുന്നത് മുതൽ നിങ്ങളിലേക്കായിരിക്കും ആ ഒരു ദോഷം വന്നു ഭവിക്കുന്നത്. അവർക്കത് തിരിച്ചറിയാനുള്ള ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതോടൊപ്പം ഈ കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ പല ആവശ്യങ്ങൾക്കായിരിക്കും കൂടോത്രം ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പൊ ചോദിക്കാറുണ്ട്, മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ഭാര്യ വന്നു കയറിയ ശേഷം അല്ലെങ്കിൽ ഭർത്താവ് വന്നു കയറിയ ശേഷം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഒരു കുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ്, അതുമുതൽ മകന്റെ സ്വഭാവത്തിൽ മാറ്റം കാണുന്നു അല്ലെങ്കിൽ മകളുടെ സ്വഭാവത്തിൽ മാറ്റം കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കൂടോത്രം ഏറ്റിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഒരുപാട് അമ്മമാര് പറയാറുണ്ട്, മക്കളുടെ സ്വഭാവത്തിലെ മാറ്റം കാണുന്ന സമയത്ത് വളരെയധികം ദുഃഖമാണ്. നിങ്ങൾ മാറിയിരുന്ന് കരയുകയല്ല വേണ്ടത്, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവര് തന്നെ അറിയുന്നില്ല ഇതിന്റെ തിരിച്ചടികൾ അവർക്കുമേൽ തന്നെ വന്ന് പതിക്കും എന്നുള്ള കാര്യം. നഷ്ടങ്ങൾ പലപ്പോഴും രണ്ടു കൂട്ടർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.